ചിത്രകലയെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനയാണ് കേരള ചിത്രകലാ പരിഷത്ത്. വരയ്ക്കാൻ ഇഷ്ടമുള്ളവർക്കായി സംഘടന സംഘടിപ്പിക്കുന്ന കൂട്ടായ്മയാണ് വരക്കൂട്ടം. തിരുവനന്തപുരം ജില്ലയിലെ 17ാമത്തെ വരക്കൂട്ടം അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസിലാണ് നടന്നത്. ചിത്രകലയെ പ്രോത്സാഹിപ്പിക്കാൻ കുറച്ച് മനുഷ്യരിറങ്ങിയപ്പോൾ ഒരു കൂട്ടമുണ്ടായി. അവരതിനെ വരക്കൂട്ടം എന്ന് വിളിച്ചു. വർണ്ണങ്ങളും വരകളും മനസ്സിലൊതുക്കി ജീവിച്ചവർ മുതൽ കുരുന്നു പ്രതിഭകൾ വരെ ഇന്ന് കേരള ചിത്രകലാ പരിഷത്തിന്റെ ഭാഗമാണ്. ഇഷ്ടമുള്ളതെല്ലാം വരയ്ക്കാമെന്നതാണ് പരിഷത്തിന്റെ വരക്കൂട്ടത്തിന്റെ പ്രത്യേകത. ഈ പ്രോഗ്രാമിൻ്റെ പേര് വരക്കൂട്ടം എന്നാണ്. ഇതിപ്പം തിരുവനന്തപുരം ജില്ലയുടെ 17ാമത് വരക്കൂട്ടമാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രായഭേദമന്യേ ഇവിടെ വരികയും ഈ ക്യാമ്പുകളിൽ പങ്കെടുക്കുകയും അവരുടെ വരകളെ വികസിപ്പിക്കാനും സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വരക്കൂട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ അമ്മമാരും അതുപോലെ തന്നെ കലയിൽ താല്പര്യമുള്ള കുട്ടികളും മുതിർന്ന ആൾക്കാരും പുരുഷന്മാരും എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നു. അവരുടെ മനസ്സിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വരയ്ക്കാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. ഇതൊരു തീം ബേസ് ചെയ്തിട്ട് വരയ്ക്കുന്നതല്ല. അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസിലായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ 17ാമത്തെ വരക്കൂട്ടം ചേർന്നത്. ചിത്രങ്ങൾ കൊണ്ട് സംസാരിക്കാൻ കഴിയുന്ന അല്ലുമോളടക്കമുള്ളവർ വരക്കൂട്ടത്തിൽ വർണ്ണങ്ങൾ ചാലിച്ചു. അനന്തപുരി ഹിന്ദു മഹാസമ്മേളന വേദിയിലും വരക്കൂട്ടം സംഘടിപ്പിക്കും. ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ഗോപാൽജി ഈ ക്യാമ്പ് എന്ന് തുടങ്ങുന്ന സമയത്ത് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ ഭാരവാഹികൾ, കേരള ക്ഷേത്ര സംരക്ഷണത്തിൻ്റെ ഭാരവാഹികളൊക്കെ ഇതിനോടൊപ്പം അണിചേരുകയാണ്. ഹിന്ദു സമ്മേളനം നടക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ അവിടെയും ഇവരുമായി സഹകരിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ക്യാമ്പ് നടത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇന്ന് കേരള ചിത്രകലാ പരിഷത്തിന്റെ സാന്നിധ്യമുണ്ട്. എല്ലാ മാസവും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരക്കൂട്ടങ്ങളും സംഘടിപ്പിക്കപ്പെടുന്നു. ജനം, തിരുവനന്തപുരം.